Hi friends, welcome to Simply Delicious. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മായോ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു കടായിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4-5 പീസ് ചിക്കൻ നമുക്ക് എടുക്കാം. ഞാനിവിടെ 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യാനുസരണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തതിന് ശേഷം ചിക്കൻ ബോയിൽ ചെയ്യാൻ വെക്കാം. അപ്പം ഞാനിവിടെ ചിക്കൻ ബോയിൽ ചെയ്യാൻ വെച്ചു. അപ്പോൾ ബോയിലായി വന്നിട്ടുണ്ട്. 5-10 മിനിറ്റ് മതിയാവും നമുക്ക് ചിക്കൻ ബോയിലായി കിട്ടാൻ വേണ്ടിക്ക്. അപ്പോൾ ചിക്കൻ നന്നായി ബോയിലായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ആ ചിക്കൻ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ഓരോ ചിക്കനായി വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ചൂടാറിക്കിട്ടാനും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം കൈവച്ച് ബോൺസൊക്കെ മാറ്റിയെടുക്കാം. ഞാനിവിടെ ബോൺസ് മാറ്റിയെടുത്തു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 4-5 ക്രഷിങ് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ മിക്സായി കിട്ടും. ഞാനിവിടെ ഒരു 3 ക്രഷിങ് കൊടുത്തപ്പോൾ തന്നെ നന്നായി മിക്സായിട്ടുണ്ട്. നമ്മൾക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾക്കൊരു പാൻ വെക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാൻ വെച്ചു. പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് ബട്ടർ ചേർക്കാൻ ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചേർക്കുമ്പം പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബട്ടർ ചേർത്തിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുത്ത ശേഷം നമ്മൾക്കതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇരുവശവും നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു വശം ടോസ്റ്റ് ചെയ്തു. ഇനി അടുത്ത ഭാഗത്തേക്ക് മറിച്ചിടാം. ഇങ്ങനെ ഓരോ ബ്രെഡും ബട്ടർ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഓരോ ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾക്ക് മിക്സ് ചെയ്ത ചിക്കനിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പം മയോണൈസ് ചേർക്കുമ്പോൾ ഫുള്ള് മൊത്തത്തിൽ ചേർക്കാതെ ഒരു 1/4 ഭാഗം മാറ്റി വെക്കണം. കാരണം ആ 1/4 ഭാഗത്തിൽ നിന്ന് നമുക്ക് ബ്രെഡിന് വേണ്ടിക്ക് സ്പ്രെഡ് ചെയ്യണം. നന്നായി മയോണൈസ് ചേർത്ത് ചിക്കൻ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ബ്രെഡ് എടുത്തു, അതിലേക്ക് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ബ്രെഡിൽ മയോണൈസ് ഫില്ല് ചെയ്ത് അതിൽ തന്നെ ചിക്കൻ ഫില്ലിങ്ങും വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ബ്രെഡായി എടുത്ത് ഓരോന്നിലും കുറച്ചായി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒന്നിൽ വെച്ച് മറ്റൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒന്നിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് മറ്റൊരു ബ്രെഡ് പീസിൽ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, സോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പം ഞാനിവിടെ കുറച്ച് സാൻഡ്വിച്ച് അതുപോലെ ഫുൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോസും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
താങ്ക്സ് ഫോർ വാച്ചിങ്.